വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ കപ്പ ചിപ്സ് അഥവാ ടപ്പിയോക്ക ചിപ്സ്. ഇത് ശരിക്കും കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച കുറച്ച് പീസാണ്. അതിൽ നിന്നാണ് കപ്പ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പീസ് എടുത്തത്. അതിങ്ങനെ നേർക്കനെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് അത് തലങ്ങനെയും വിലങ്ങനെയൊക്കെ മുറിക്കുമ്പോഴേക്ക്, നീളത്തിൽ മുറിക്കുമ്പോഴേക്ക് ഒരു കോല് പോലെ ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് പോലെയൊക്കെയുള്ള ഒരു കോല് പോലെ കിട്ടും നമുക്ക്. ചിപ്സിന് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്നൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലാണ്. കുട്ടികൾക്ക് വീട്ടിൽ നിന്നാകുമ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലാക്കുമ്പോൾ വലിയ സ്വാദ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്ര സ്വാദ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല, എങ്കിലും ഹെൽത്തി ആയിരിക്കും. അത്യാവശ്യം അവർ ആ ഒരു സ്വാദൊക്കെ വിചാരിച്ച് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പം പരമാവധി ഇങ്ങനെയൊക്കെ മുറിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം, എത്രയാണ് ആവശ്യം അത്ര മാത്രം മുറിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കപ്പ നമ്മൾ കെടുക്കുമ്പോഴേക്കും എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് മനസ്സിലാവില്ല. ഇത് മുറിച്ച് വരുമ്പോഴേക്ക് കുറച്ചൊരു 2-3 കഷ്ണം മുറിക്കുമ്പോഴത്തേക്കും നല്ല ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാം. അപ്പം ഡെയിലി നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സ് കൂടിയാണ്, ഒരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ എണ്ണയിൽ വറുക്കുന്ന സമയത്ത് കുറച്ച് നന്നായി മൊരിഞ്ഞ ശേഷം ഈ ഒരു മിശ്രിതമില്ലേ, വെള്ളത്തിൽ ചേർത്ത മിശ്രിതം കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണം എണ്ണയിലേക്ക്. അത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചിപ്സ് തയ്യാറാക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകണം. അതിനുശേഷം മാത്രമാണ് ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഈ മുറിച്ച് വെച്ച കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുറിച്ചിട്ട് നേരെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഈ കപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇരിക്കും. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. മാക്സിമം ഒരേ സൈസിൽ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരുപോലെ വെന്ത് റെഡിയായിട്ട് വരും. അപ്പോൾ നല്ല തീയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞളും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള വെള്ളത്തിൽ കലക്കിയ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ എണ്ണയിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും എടുത്തുണ്ടാകാൻ വേണ്ടി തീരെ പാടില്ല. തീയൊക്കെ കുറച്ചിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഫസ്റ്റ് ട്രയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു സാധനം കൂടി ചേർക്കാം, നമ്മുടെ സ്വന്തം മുളക് പൊടി. അപ്പം ഈ സാധനങ്ങളൊക്കെ നേരത്തെ വറുത്ത് കോരി വെച്ച എല്ലാ ചിപ്സും അത്യാവശ്യം തന്നെ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കും. ആ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുട്ടികൾക്കൊന്ന് അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് മയണൈസും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ടൊമാറ്റോ സോസ് ആണെങ്കിലും മയണൈസ് ആണൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു കൗതുകമായിരിക്കും ഫുഡിനോടൊക്കെ. പിന്നെ ഹെൽത്തി ആക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുകയും ചെയ്യാൻ പറ്റും. കുറച്ച് മെനക്കേടാണ് എങ്കിൽ നമുക്കൊക്കെ വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും.
കഴിച്ചോ? ടി വി റൂമിലേക്ക് കൊണ്ടുതരണേ.